സ്വാമി ശരണമയ്യപ്പ. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം തന്നടഞ്ഞാൽ ശബരിമലയിൽ ശബരിമലയുടെ ചൈതന്യം ശ്രീ അയ്യപ്പ സ്വാമി പണി തുടങ്ങി. അങ്ങേറ്റം ഇങ്ങേറ്റമുള്ള കള്ളന്മാരെല്ലാം പൊക്കിയെടുത്ത് തുടങ്ങി പോലീസ്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഇത് അയ്യപ്പ സ്വാമിയുടെ ചൈതന്യത്തിൽ ഹൈക്കോടതി സ്വന്തമായി എടുത്ത കേസാണ്. ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ നടക്കുന്ന കേസായതുകൊണ്ട് മാത്രം ഇതിങ്ങനെ നിലനിന്ന് പോകുന്നു. അല്ലെങ്കിൽ ഇത് എന്നെ തേച്ച് മാച്ച് കളഞ്ഞ, അല്ലെങ്കിൽ ഇത് ഫയൽ കത്തിപ്പോയന, ഇടിമിന്നലേറ്റ് CCTV അടിച്ചു പോയന, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ വന്നായിരുന്നു. ഫയൽ കാണാതെ പോയന. പക്ഷേ ഹൈക്കോടതി നേരിട്ട് നടത്തുന്ന കേസായതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് നമ്മളെല്ലാം ഒരുപാട് നന്ദി പ്രകടിപ്പിക്കണം. അതേപോലെ ഹൈക്കോടതിയെ നമ്മൾ സ്മരിക്കണം എപ്പോഴും. ഈ ഒരു സ്വർണ്ണക്കുള്ള ശബരിമലയിൽ നടത്തിയത് ശബരിമലയിൽ മാത്രമല്ല, നിങ്ങളെല്ലാം ആലോചിക്കേണ്ടത് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം എല്ലാ ക്ഷേത്രങ്ങളിലും ഈ കൊള്ള നടന്നിട്ടുണ്ട്. ഇപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ശബരിമലയിൽ മാത്രമാണ് എങ്കിലും ശബരിമലയിൽ 100 പോയെടുത്ത് മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് 10 പോയിട്ടുണ്ട്. അത് മനസ്സിലാക്കുക. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും കരുതലോടെ ഇരിക്കുക. നമുക്ക് ക്ഷേത്രത്തിന്റെ സ്വത്തും ദേവന്റെ സ്വത്തും സംരക്ഷിക്കപ്പെടണം. അതിന് ശക്തമായ ഒരു ഭരണസമിതി വേണം. അതിന് ഈ രാഷ്ട്രീയക്കാരന്റെ ഭരണസമിതിയായ ദേവസ്വം ബോർഡ് ഒരിക്കലും പ്രാപ്തരല്ല. അവർ അഴിമതി മാത്രമേ നടത്തുന്നുള്ളൂ. അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. നമുക്ക് വേണ്ടത് ശക്തമായ സംരക്ഷണം, ക്ഷേത്രങ്ങളും ക്ഷേത്ര സ്വത്തിനെയും സംരക്ഷിക്കുന്ന ഒരു ഭരണസമിതി ആയിരിക്കണം. അതിന് നമ്മളെല്ലാം കൂടി പരാതി കൊടുത്തു കഴിഞ്ഞാൽ, നമ്മളെല്ലാം കൂടി കേന്ദ്രം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേന്ദ്രം ഏറ്റെടുക്കും. സംരക്ഷണം നല്ല രീതിയിൽ നടക്കും. ഒരിക്കലും അതിന് യാതൊരുവിധ കോട്ടവും സംഭവിക്കില്ല. കേന്ദ്ര ഭരണം നല്ലതാണ് ശബരിമലയിൽ. ഞാൻ എല്ലാ അയ്യപ്പ ഭക്തരോടും പറയുന്നു, അതിനെ അനുകൂലിക്കുക, മുന്നോട്ട് പോവുക. സ്വാമി ശരണമയ്യപ്പ. താങ്ക് യു.